ചങ്ങായിമാരെ നമ്മളെ കേരളത്തിലെ സംഖ്യകളെ കിളിയുണ്ടില്ല, കിളി മൊത്തം പാറിയിരിക്കാന്ന്. അല്ലെങ്കിൽ തന്നെ ലവന്മാർക്കുണ്ടില്ല, ബോധവും വിവരമില്ല. ഇപ്പൊ തലയിലുള്ള കിളിയുണ്ടില്ല, ആ കിളി കൂടി പാറിപ്പോയി. ഈ കിളി പാറിപ്പോയുള്ള മെയിൻ കാരണം എന്താ പറയാ, വയനാട് ദുരന്തബാധിതരായ ഹിന്ദുക്കൾക്കുണ്ടല്ല മുസ്ലിം ലീഗ് അടിപൊളി വീട് നിർമ്മിച്ചു നൽകി. അതാണ് സംഖ്യയുടെ തലേന്ന് കിളി പാറിപ്പോയത്. ഇപ്പൊ സത്യം പറഞ്ഞ സംഖ്യലുണ്ടല്ല, കേരളത്തിലെ സംഖ്യകൾ മുസ്ലിം ലീഗിനോട് എന്താ ചോദിക്കണമെന്നറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം വീടെടുത്ത് കൊടുത്താൽ പോരെ, എന്തിനാണ് നിങ്ങൾ ഹിന്ദുക്കൾക്ക് വീടെടുത്ത് കൊടുത്തതെന്നാണ് സംഖ്യകൾ സത്യത്തിൽ ചോദിക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഹിന്ദുക്കൾ തന്നെ സംഖ്യയോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളല്ലേ പറഞ്ഞ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന്. അവരെന്താ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വീടെടുത്ത് കൊടുത്ത്. പക്ഷെ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന സംഖ്യകളെ, നിങ്ങൾ ഏത് ഹിന്ദുവിനാണ് വീടെടുത്ത് കൊടുത്തത്, ഏത് ഹിന്ദുവിനെയാണ് സഹായിച്ചതെന്ന് ഹിന്ദുക്കൾ തന്നെ സംഖ്യയോട് ചോദിക്കാൻ തുടങ്ങി. അതായത് മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞു നടക്കുന്ന സംഖ്യകളെ, നിങ്ങൾ ഹിന്ദുവിന് വേണ്ടി എന്തുണ്ടമ്പരിയാണ് കൊടുത്തതെന്ന് ഹിന്ദുക്കൾ തന്നെ ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യം കേട്ടതോടെ കിളി പോയി പണ്ടാരടക്കിയ സംഖ്യലുണ്ടല്ല പുതിയൊരു ഉടായ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉടായ്പിന്റെ ഭാഗമായിട്ട് സംഖ്യലുണ്ടല്ല പല വീടിന്റെ അടിയിലും ചില കമന്റുകൾ കൊണ്ടുവന്നിടുന്നുണ്ട്. കമന്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഭയങ്കരമായ കോമഡി കമന്റുകളാണ് പല വീടിന്റെ അടിയിൽ സംഖ്യകൾ കൊണ്ടുവന്നിടുന്നത്. അത്തരം കമന്റുകളിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കമന്റ് ഉണ്ട്. ആ കമന്റിൽ ചില കമന്റുകൾ ഞാൻ വായിച്ചരാം. ആദ്യത്തെ പ്രേംകുമാർ പൊട്ടി എന്ന് പേരുള്ള ഒരു സംഖ്യയാണ്. എടാ മലരെ, ചൂരൽമലയിൽ 75 വീട് സേവാഭാരതി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. സേവാഭാരതി എന്നാൽ RSS അറിയുമോ നിനക്ക് മലരെ? പിന്നെ 125 കോടി കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ചാണക സംഖ്യ കയ്യിന്നിട്ട പച്ചക്കള്ളയത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കമന്റ് കണ്ടിട്ടുണ്ടല്ല, സേവാഭാരതിന്റെ ഈ സംഖ്യകളെയും കിളി മാറിയിരിക്കുകയാണ്. കാരണം അവർ തന്നെ ചോദിക്കുന്നത്, എവിടെയാണ് നമ്മൾ വയനാട് 75 വീട് എടുത്തു കൊടുത്തത്? സേവാഭാരതിക്കും സംഖ്യക്കും പോലും അറിയില്ല എവിടെയാണ് 75 വീട് അവർ നിർമ്മിച്ചു നൽകിയെന്ന്. എനിക്കെന്താ തോന്നുന്നറിയ, പ്രേംകുമാർ പൊട്ടി എന്ന സംഖ്യ ഉദ്ദേശിച്ചത് 75 വീടുകളുണ്ടല്ല സേവാഭാരതി നിർമ്മിച്ചെന്നല്ല, സംഖ്യകളെല്ലാം കൂടി 75 വീടിന്റെ നിർമ്മാണം ഉണ്ടല്ല അത് തടസ്സപ്പെടുന്നതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇവൻ അതിന്റെ അകത്ത് പറഞ്ഞ 125 കോടി കേന്ദ്രം കൊടുത്ത 125 കോടി അതിന്റെ പലിശയുടെ പലിശയടക്കമുണ്ടല്ല നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്. ആ കാര്യം ഉണ്ടല്ലോ, ഈ ബുദ്ധിയില്ലാത്ത വേട്ടാവളി സംഖ്യണ്ടല്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ അടുത്ത ചാണക സംഖ്യയുടെ ഇതിലും മാരകമായ ഒരു കമന്റ് വായിച്ചിട്ട് വന്നാലോ. അഭിലാഷ് MJ എന്നാണ് ഈ ചാണക സംഖ്യയുടെ പേര് കേട്ടോ. വയനാട് ദുരന്തത്തിൽ ജീവൻ തിരിച്ചു പിടിച്ചവർക്ക് ജീവൻ കെട്ടിപ്പടുക്കാൻ അവരോടൊപ്പം ഇപ്പോഴും നിൽക്കുന്ന സേവാഭാരതിയെ ഇവന്മാർ ആരെങ്കിലും എവിടെയെങ്കിലും അഭിനന്ദിച്ച് കണ്ടിട്ടുണ്ടോ എന്നാണ് ഈ കരഞ്ഞുകൊണ്ട് ഈ ചാണക സംഖ്യ ചോദിച്ചിട്ടുള്ളത്. എന്റെ സംഖ്യക്കൂട്ട നിങ്ങളെ സേവാഭാരതിനെ ആരെങ്കിലും അഭിനന്ദിക്കണമെങ്കിൽ അവരെ അഭിനന്ദിക്കണ്ട, എന്തെങ്കിലും കാര്യം ചെയ്യണ്ടേ? എല്ലാവരുമായിട്ട് സേവാഭാരതിനെ വെറുതെ ഇങ്ങനെ അഭിനന്ദിച്ചു കൊണ്ടേയിരിക്കണോ? പിന്നെ നിങ്ങൾ സംഖ്യകൾ സേവാഭാരതി ചെയ്ത കാര്യത്തിലും ചെയ്യാത്ത കാര്യത്തിലും പോയിട്ട് ദിവസം 2 നേരം വെച്ചിട്ട് അഭിനന്ദിക്കുന്നുണ്ടല്ലോ, പിന്നെ വേറെന്താ അഭിനന്ദനാണ് സേവാഭാരതിക്ക് വേണ്ടത്? കഴിഞ്ഞിട്ടുള്ള ഈ കമന്റിന്റെ ബാക്കി കൂടി കുറച്ചുണ്ട്, അതും കൂടി നമുക്ക് വായിക്കാം. അതിനോടൊപ്പം ചില സാങ്കേതികതയുടെ പേരിൽ സർക്കാർ ഇഷ്ടപ്പെടാത്ത പുത്തുമല ദുരന്തത്തിലടക്കമുള്ള 25 പേർക്ക് വീട് വെക്കാനായി 4.25 ഏക്കർ ഭൂമി ഇവിടെ സേവാഭാരതി വാങ്ങിയിട്ടുണ്ട്. വീടുകളോടൊപ്പം ഒരു കമ്മ്യൂണിറ്റി സെന്ററും അവിടെ പണിയുന്നുണ്ട്. അതിന്റെ ഭൂമി പൂജ കഴിഞ്ഞ് നിർമ്മാണം പുരോഗമിക്കുന്നു. ഇത്രയും വലിയ പച്ചക്കള്ളുണ്ടല്ലോ, ഉളുപ്പൊന്നാണോ മാനില്ലാതെ പറയണമെങ്കിൽ ഇവരെ കൊണ്ടേ പറ്റൂ. സത്യം പറഞ്ഞ ഈ കമന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഈ എഴുതിയ സംഖ്യയിലുണ്ടല്ല അവർ തന്നെ ചിരിച്ച് പണ്ടാണെങ്കിലുണ്ടാവൂലേ. എന്തായാലും ഇതുപോലുള്ള സംഖ്യകൾക്കും ഇതുപോലെ പച്ചക്കള്ളം പറഞ്ഞ വിശകലന്മാരല്ലേ അവർക്കൊക്കെ നമ്മൾ അൻസാരി ഉസ്താദ് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടാലോ. അയ്യോ, രാവിലെ തന്നെ ഗതി പിടിക്കാത്തന്റെ ദാരിദ്ര്യം പറച്ചിൽ തുടങ്ങി. ഞങ്ങൾ ഇതൊന്നും വലിയ പത്രങ്ങളിൽ പരസ്യം ചെയ്തുകൊണ്ടോ ഈ താങ്കൾ പറഞ്ഞ മുതലാളികളിൽ നിന്ന് പൈസ മേടിച്ചോ നടത്തുന്ന സ്ഥാപനങ്ങളൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഹിന്ദു തരുന്ന 1, 2, 3 രൂപ കൊണ്ട് നടത്തപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ്. ഞങ്ങൾക്ക് വിദേശത്തു നിന്ന് വരാൻ കള്ളപ്പണമില്ല. SCRA ഫണ്ടിൽ നിന്ന് തരികട കാണിച്ചുകൊണ്ട് കിട്ടുന്ന പൈസയും ഞങ്ങൾക്കില്ല. ചാനൽ തുറന്നാൽ മുഴുവൻ മുസ്ലിം കൊടുത്ത വീടിന്റെ വാർത്ത, അവർ കൊടുത്ത ബക്കറ്റ്, അവർ കൊടുത്ത സ്പൂണ്, അവർ കൊടുത്ത ചായ, അവർ കൊടുത്ത തേയില, ഇതിനെക്കുറിച്ചുള്ള ചർച്ച. ഇത് കണ്ടണം പോലെ ഉമ്മാർക്ക് സഹകരണത്തിന് കുരു പൊട്ടിയിട്ട് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. എന്തിനേറെ ഉമ്മാരെ ചങ്ക് തകർക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഇതുപോലത്തെ സഹോദരങ്ങളുടെ വാക്കാണെന്ന് കേട്ടു. നല്ലൊരു വീട് കിട്ടി, വളരെ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗിനോട് എത്ര നന്ദി പറഞ്ഞിട്ടും തീരൂല. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, ഭാരവാഹികളെ നമ്മൾ ഹൃദയം തൊട്ട് സത്യത്തിൽ അഭിനന്ദിക്കേണ്ടതാണ്. 2 വർഷം പൂർത്തിയാകുമ്പോൾ ആ വീട് ഒരുക്കി കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് വീട്ടിൽ താമസിച്ച് 1 മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റ് അടക്കം, അവരുടെ ബാത്റൂമിലെ ബക്കറ്റും മഗ്ഗും അടക്കം മുഴുവൻ സാധനങ്ങളും തയ്യാറാക്കി ആ വീട്ടിലേക്ക് അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ. എന്ത് രസല്ലേ മനുഷ്യരായ നമുക്കിതൊക്കെ കേട്ടിരിക്കാൻ വല്ലാത്തൊരു സന്തോഷമാണ്. സർവ്വതും നഷ്ടപ്പെട്ടു പോയി, ഇനി അങ്ങോട്ടൊരു ജീവിതം കിനാവ് കാണാൻ കഴിയാത്ത മനുഷ്യർക്ക് അവർക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാകുമ്പോൾ, ആ സഹായഹസ്തങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിർവൃതി എത്രയാണ്. ശശികലയും അനിൽകുമാറും അനിൽ നമ്പ്യാരും ഒക്കെ രാവിലെ മുതൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന വാർത്ത മുഴുവനും മുസ്ലിം കൊടുത്ത ഈ ബക്കറ്റും കപ്പും മഗ്ഗും ഒക്കെ ആയിട്ടുള്ള ചർച്ചയാണ്. സഹകരണത്തിന് കുരുപൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെന്താണ്,
നിസ്സഹായരായ മനുഷ്യരുടെ തുണി നോക്കി കാണിക്കണമെന്ന് പറയുന്ന പോലെ പിന്നെ അങ്ങോട്ട് കരച്ചിലാണ്. ഞങ്ങൾക്ക് വരാൻ കള്ളപ്പണമില്ല, ഞങ്ങൾക്ക് അടിക്കാൻ കള്ളനോട്ടടിക്കാനുള്ള കമ്മട്ടമില്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിദേശ ഫണ്ട് വരാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കരച്ചിലും കൊണ്ട് ഒരേ കരച്ചിൽ. എടാ അനിൽകുമാറെ, നിങ്ങൾ ശശികലയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കള്ളപ്പണം കൊണ്ടാണ് ഈ സഹായിച്ചതെങ്കിൽ ആ സനാതന ധർമ്മികൾക്ക് പരിശുദ്ധമായ പണം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ ശശികല ടീച്ചറിൻ്റെ രാവിലത്തെ പോസ്റ്റർ എന്താണെന്ന് അറിയാമോ? അങ്ങനെ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. 2018, 2019 പ്രളയകാലത്ത് 1000 വീടാണ് സേവാഭാരതി കൊടുത്തത്. അതിനകത്ത് 400 വീടും ആലപ്പുഴയാണെന്ന് പറഞ്ഞു. ആലപ്പുഴ എവിടാന്ന് ചോദിക്കരുത്, ആലപ്പുഴ കൊടുത്തിട്ടുണ്ട്, എവിടാണെന്ന് നിങ്ങൾ ചോദിക്കരുത്. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. ഈ പാവങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ആ വാർത്തകളൊക്കെ ഇങ്ങനെ വരുമ്പം അത് മുസ്ലിം ലീഗോ മുസ്ലിമോ എന്നുള്ളതല്ല, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കൊപ്പം മനുഷ്യരെ നിൽക്കുമ്പം അതിൽ വല്ലാത്തൊരു നിർവൃതിയാണ്, കണ്ടിരിക്കാൻ വല്ലാത്തൊരു സന്തോഷമാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തവന് പറയാനുള്ള എന്താണെന്നറിയാമോ? ഇതാണ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവര് എന്ത് ചെയ്യാനാണ്? എടാ ഗതി പിടിക്കണ പണിക്ക് പോണോടാ, എടാ പല പണിക്ക് പോടാ, രാവിലെ പോലും പല പണിക്കും പോന്നിയൊക്കെ 10 രൂപ കിട്ടുന്ന പണിക്ക് പോകും. രാവിലെ പോലെ വൈകുന്നേരം വരുന്ന വർഗീയത പറഞ്ഞ് കുത്തിത്തിരിപ്പ് നടത്തി ഇത് എങ്ങനെ ജീവിക്കും? എന്നിട്ട് പറയാം ഞങ്ങൾക്ക് അത്ര കൊണ്ട് തരാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഗൾഫിന്റെ മിഠായി കൊണ്ട് തരാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഗൾഫിന്റെ പണം വരാനില്ല, എന്തിനേറെ ഒരു സ്പ്രേ എങ്കിലും കൊണ്ട് താടാ. എടാ ഗതി പിടിക്കണമെങ്കിൽ പണിക്ക് പോടാ. അൻസാരി ഉസ്താദ് പറഞ്ഞു തന്നെയാണ് സംഖ്യകളെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. മുസ്ലിങ്ങൾ കൊടുക്കുന്ന സഹായം കണ്ടിട്ട് കുരുപൊട്ടിട്ട് അവരെ കുറ്റം പറഞ്ഞ് നടക്കാതെ വല്ല പണിക്കും പോയിട്ട് ഒരു 10 രൂപ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും ഹിന്ദുവിനെ വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യ, നിങ്ങളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യനെ ഉണ്ടല്ല, അവനെങ്കിലും ഒന്ന് സഹായിക്കുക. അതൊന്നും ചെയ്യാതെ ഒരാളെ പോലും സഹായിക്കാതെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ സ്വയം നാണം കെടാതെ ഇരുന്നൂടെ ചാണക സംഖ്യ നിങ്ങൾക്ക്? ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ലോ ഒരു സംഖ്യന്റെ ഒരു വേട്ടാവളിയ സംഖ്യന്റെ ഒരു പോസ്റ്റ് കൂടി വായിച്ചു തരാട്ടാ. നമ്മളെ ഭാരതീയല്ലേ, ഭാരതീയ എന്ന വേട്ടാവളിട്ട ഒരു പോസ്റ്റ്. RSSകാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സേവാഭാരതി എന്ന പേര് ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്യം കൊടുത്ത് വിളിച്ചു കൂവി നടക്കുന്നില്ല എന്ന് കരുതി മറക്കരുത്, നിന്നെയാണ്. എന്റെ ഭാരതീയൻ എന്ന ചാണക സംഖ്യ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അത് വിളിച്ചു പറയാനും കൂവി നടക്കാനും നിങ്ങളെ കൊണ്ട് പറ്റൂ. ഇങ്ങനെ ഒന്നും ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് കരയാനേ പറ്റൂ. എന്നിട്ട് പാവപ്പെട്ട ഹിന്ദുക്കൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, സംഖ്യകളെ നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. അപ്പൊ നിങ്ങൾ സ്ഥിരം പറഞ്ഞ ഒരു ഉഡായിപ്പ് ഡയലോഗ് ഉണ്ട്, നമ്മൾ സംഖ്യകൾ ചെയ്ത കാര്യങ്ങളൊന്നും പുറത്ത് പറയാനില്ല, പറഞ്ഞു നടക്കാറില്ല എന്ന്. ആ ഉഡായിപ്പ് ഡയലോഗ് നിങ്ങൾ എത്ര കാലം കൊണ്ടുപോകും? ഒന്നുമല്ലെങ്കിൽ ചെയ്ത കാര്യം ഹിന്ദുക്കളോടെങ്കിലും നിങ്ങൾക്കൊന്ന് തുറന്നു പറഞ്ഞുകൂടെ? എന്തായാലും മുസ്ലിം ലീഗിന് ഈ പുണ്യപ്രവൃത്തി കൊണ്ട് മാളത്തിലൊളിച്ച എല്ലാ സംഖ്യകളും, വിഷമുള്ളതും വിഷമില്ലാത്തതുമായ എല്ലാ സംഖ്യകളും പുറത്തിറങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ മാളത്തിലൊളിച്ച സംഖ്യകളെല്ലാം കുരു പൊട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി കുരു പൊട്ടിയ എല്ലാ ചാണക സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.